എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: ബിരിയാണി അരി 1.5 കപ്പ്, അത് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ചിക്കൻ വൃത്തിയാക്കിയത് 1/2 കിലോ, 2 വലിയ സവാള അരച്ചത്, പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 കഷ്ണം പട്ട, 3 ഏലക്ക, 3-4 ഗ്രാമ്പു, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, 3-4 പച്ചമുളക് ചതച്ചത്, ഒരു മീഡിയം സൈസിൽ തക്കാളി മുറിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 കപ്പ് തൈര്, കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അതുകൂടി എടുക്കാം. വറുത്തിടാൻ വേണ്ടി ഒരു ചെറിയ സവാള അരിഞ്ഞത്, കുറച്ച് നട്ട്സും കിസ്മിസും, പിന്നെ ഉപ്പ്, നെയ്യ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമ്മൾ സ്റ്റൗവിൽ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇടാം. നമുക്കിതിലേക്ക് സവാള അരച്ചത് ചേർത്ത് വഴറ്റാം. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം ചെറുതായി ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്കിതിനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളിയും പൊടികളും ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി തക്കാളി ചേർക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമുക്കിതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം തളിച്ച് നന്നായിട്ട് ഇളക്കാം. എണ്ണ തെളിഞ്ഞു വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം തളിച്ചത്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കനും ഈ മസാലയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കാം. തൈരും കൂടെ ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. നമ്മൾ 1.5 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. പ്രഷർ കുക്കറിലായതുകൊണ്ട് 2 കപ്പ് വെള്ളം മതിയാവും. നമുക്കിത് നന്നായി ഇളക്കാം. ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഴുകി വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന അരി ചേർക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ നമ്മൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞ് ഇത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുതിനയില ചേർക്കാം. നമ്മളൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി നട്ട്സും കിസ്മിസും സവാളയും വറുത്തെടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ഇടാം. സവാള മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നട്ട്സ് ഇടാം. നമുക്കിനി കിസ്മിസും കൂടെ ഇടാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ബിരിയാണിയിലേക്ക് ചേർക്കാം. നമ്മൾ നട്ട്സും കിസ്മിസും സവാളയും നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കിയെടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.